ഒരു പബ്ലിക് അതോറിറ്റിയുടെ അഥവാ ഒരു വകുപ്പ് മേധാവിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമം 6(1) പ്രകാരം 6(1) പ്രകാരം ലഭിക്കുന്ന അപേക്ഷ അവരുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വിവരമില്ല, മറ്റു ഓഫീസിലാണ് ഉള്ളതെങ്കിൽ അത് എത്ര ഓഫീസ് ഉണ്ടെങ്കിലും ആ പബ്ലിക് അതോറിറ്റിയുടെ അഥവാ ആ വകുപ്പ് മേധാവിയുടെ അണ്ടറിലുള്ള എല്ലാ ഓഫീസുകളിലേക്കും നിയമം 6(3) പ്രകാരം അയച്ചു കൊടുക്കുക തന്നെ വേണം. മുമ്പ് അതിന് നിരവധി കത്തുകൾ എഴുതുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ വളരെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ബന്ധിതമായിരിക്കുന്ന എല്ലാ ഓഫീസുകളിലേക്കും ഒരു ക്ലിക്കിൻ്റെ ദൂരസമയ വ്യത്യാസത്തിൽ പെട്ടെന്ന് അയച്ചു കൊടുക്കാമെന്നിരിക്കെ പത്തനംതിട്ട ജില്ലയിൽ കണ്ട ഒരു ഫയലിൽ 53 പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് വിവരങ്ങൾ അയച്ചു കൊടുക്കണം, അപേക്ഷ കൊടുക്കണം, ഹർജിക്കാരൻ വീണ്ടും അപേക്ഷ സമർപ്പിക്കണം എന്ന നിലക്ക് 530 രൂപ അയാൾ വീണ്ടും മുടക്കണം എന്ന രീതിയിൽ നിർദ്ദേശിച്ച ഒരു ഫയലാണ് കണ്ടത്. സത്യത്തിൽ അങ്ങനെയല്ല. പബ്ലിക് അതോറിറ്റി ഒരാളാണ് ആ വകുപ്പിന്. ആ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലായിടത്തേക്കും 6(3) പ്രകാരം അയച്ചു കൊടുക്കേണ്ടതാണ്. അതേസമയം മറ്റൊരു പബ്ലിക് അതോറിറ്റിയുടെ മറ്റൊരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവിയുടെ അണ്ടറിലുള്ള മറ്റൊരു ഓഫീസിലേക്കാണെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ആ വകുപ്പ് മേധാവിയുടെ അണ്ടറിലുള്ള ഈ വിവരം സൂക്ഷിക്കുന്ന ഒറ്റ ഓഫീസിലേക്ക് 6(3) പ്രകാരം അയച്ചു കൊടുത്താൽ മതിയാവും. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഉള്ള എല്ലായിടത്തും അഥവാ ഭരണ നിർവഹണം നടക്കുന്ന എല്ലായിടത്തും ഹാജർ പുസ്തകം ഉണ്ടാകുക, ശമ്പളം ലഭ്യമാക്കുക, ഭരണപരമായ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സീറ്റുകൾ ഉണ്ടാവുക പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അപ്പലറ്റ് അതോറിറ്റിയും ഉണ്ടായിരിക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഗസറ്റഡ് റാങ്കിലുള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ മേൽ ഓഫീസറായിരിക്കണം അപ്പലറ്റ് അതോറിറ്റി കുറഞ്ഞപക്ഷം. അങ്ങനെയാണ് അതിൻ്റെ നിയമം പറയുന്നത്. അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുള്ള എല്ലായിടത്തും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം. മൂന്നാം കക്ഷി വിവരങ്ങൾ പുറത്തു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതിന് 100% പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവേചനാധികാരമുണ്ട്. ആ വിവേചനാധികാരം അദ്ദേഹം പ്രയോഗിക്കുന്നതിന് മുമ്പ് 2 സ്റ്റെപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വിവരം നൽകാവുന്നതാണോ നൽകേണ്ടതാണോ എന്ന് തീരുമാനിക്കണം. നൽകേണ്ട വിവരമാണ് എന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് മൂന്നാം കക്ഷിയോട് എഴുതി ചോദിക്കണം, താങ്കളെക്കുറിച്ച് ഇന്ന ഒരു വിവരം അന്വേഷിച്ച് വന്നിട്ടുണ്ട്, നമ്മളത് കൊടുക്കാൻ പോവുകയാണ്, കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഇതിന് 10 ദിവസം സമയം കൊടുക്കണം. 10 ദിവസത്തിനകം മൂന്നാം കക്ഷി വിവരം തനിക്ക് സമ്മതമാണെന്നോ വിസമ്മതമാണെന്നോ അറിയിക്കുന്നില്ല എങ്കിൽ SPIOക്ക് തീരുമാനിക്കാവുന്നതാണ് മൂന്നാം കക്ഷിക്ക് വിരോധമില്ല, അങ്ങനെ അയാൾക്ക് വിവരം കൊടുക്കുക. ഇനി മൂന്നാം കക്ഷി പറയണം അത് വിവരം പുറത്ത് കൊടുക്കണ്ട, എനിക്ക് വിരോധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? SPIOക്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാം. ആ ഡിസ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് മാനിക്കണം. അഥവാ പൊതു താല്പര്യം ഇത് പുറത്തു കൊടുക്കുന്നതിനാണ് എങ്കിൽ അത് പുറത്തു കൊടുക്കണം. അല്ലെങ്കിൽ രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഈ വിവരങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയാൽ ആ വിവരം പുറത്തു കൊടുക്കണം. പൊതു താല്പര്യമോ രാജ്യ താല്പര്യമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുകയും മൂന്നാം കക്ഷി വിരോധം അറിയിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ SPIOക്ക് ഈ വിവരം കൊടുക്കാതിരിക്കാം. എന്നാലും വിവരാവകാശ നിയമം സെക്ഷൻ 8 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനോ ഇന്ത്യയിലെ ഏതെങ്കിലും നിയമസഭകൾക്കോ മറച്ചു വയ്ക്കാൻ പാടില്ലാത്ത, അവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു വിവരവും പൗരന്റെ മുന്നിൽ നിന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. അഥവാ നിയമസഭ ചോദിച്ചാൽ കൊടുക്കണമെങ്കിൽ പൗരൻ ചോദിച്ചാലും കൊടുക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് പരമാവധി വിവരം കൊടുക്കുവാനുള്ളൊരു സമീപനമായിരിക്കണം വിവരാവകാശ ഓഫീസർമാർ സ്വീകരിക്കേണ്ടത്. സെക്ഷൻ 11 പ്രകാരം വിവരം നൽകുന്ന ഓഫീസർ അദ്ദേഹത്തിൻ്റെ പേരും പെൻ നമ്പറും ഔദ്യോഗിക വിലാസവും എല്ലാം രേഖപ്പെടുത്തി കൊടുക്കണമെന്നാണ്. അങ്ങനെ രേഖപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വിവരാവകാശ ഓഫീസർക്ക് ഒരു പരാതി സമർപ്പിക്കണം, അല്ലെങ്കിൽ ഒരു അപ്പീൽ പോകണം, ഇന്ന ഓഫീസർ എനിക്ക് തന്ന ഇന്ന മറുപടി എനിക്ക് തൃപ്തികരമല്ലെന്ന് പറയാൻ നോക്കണം. 2, ഈ ഓഫീസറാണ് വീഴ്ച വരുത്തിയെങ്കിൽ ആ ഓഫീസറെ കമ്മീഷന് കണ്ടെത്താൻ കഴിയണം. അയാൾക്കെതിരെ വിവരാവകാശ നിയമം 20(1) പ്രകാരം ഫൈൻ ചുമത്തുകയോ 22 പ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കുകയോ 19(8)B പ്രകാരം കോമ്പൻസേഷൻ നഷ്ടപരിഹാരം വിധിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആരാണ് ഓഫീസർ എന്നറിയണം. ഓഫീസർ കാണാമറയത്തിരുന്നുകൊണ്ട് വിവരം നൽകുന്നത്, ആദ്യത്തെ വിവരം മറച്ചു, സ്വന്തം പേരെന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് വിവരം നൽകുന്നത് കുറ്റകരമാണ്. വിവരാവകാശ നിയമം 100% ജനപക്ഷ നിയമമാണ്. അതുകൊണ്ട് അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജനപക്ഷത്ത് നിന്നു തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഇത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പൗരന് നീതി ലഭ്യമാക്കുന്ന, ഏറ്റവും വേഗത്തിൽ പൗരന് വിവരം ലഭ്യമാക്കുന്ന, വിവരങ്ങൾ ഉറവിടത്തിൽ നിന്ന് സർക്കാരിൻ്റെ ഫയലുകളിലെ ഉറവിടത്തിൽ നിന്ന് തന്നെ
കൂട്ടിച്ചേർക്കലുകളും കൈകടത്തലുകളും ഇല്ലാതെ പൗരൻ ലഭ്യമാകുന്ന ഉജ്ജ്വലവും ഉദാത്തവും വിപ്ലവാത്മകവുമായൊരു നിയമമാണ്. ഈ നിയമത്തെ ആ നിലക്ക് കൈകാര്യം ചെയ്യുകയും പ്രാവർത്തികമാക്കുന്നതിന് എല്ലാ വിവരാവകാശ ഓഫീസർമാരുടെയും സഹകരണം 100% ആവശ്യമുണ്ട്. ഒരു ഓഫീസറെയും ബോധപൂർവം ശിക്ഷിക്കാൻ കമ്മീഷൻ താല്പര്യമില്ല. പക്ഷേ ബോധപൂർവം വിവരം വൈകിക്കുകയോ വിവരം തെറ്റായി നൽകുകയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ വിവരം നൽകാതിരിക്കുകയോ അപേക്ഷ സ്വീകരിക്കാതിരിക്കുകയോ നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും വിവരം കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവരെ ശിക്ഷിക്കാതിരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ശിക്ഷാ നടപടികളിലേക്ക് പോകാതെ പരമാവധി ജനസൗഹൃദ സമീപനത്തിലൂടെ ജനങ്ങൾക്ക് വിവരം ലഭ്യമാക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.